ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 6th സ്റ്റാൻഡേർഡിലെ കേരള പാഠാവലി ആനുവൽ എക്സാമിന് വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഓക്കെ, നമുക്ക് നോക്കാം. വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക. കണ്ണടച്ച് ജപിച്ചു നടന്നു വിണ്ണിലെന്തു കൊതിക്കുന്നു നമ്മൾ. കണ്ണടച്ച് നടക്കുന്നവർക്ക് നഷ്ടപ്പെടുന്ന കാഴ്ചകൾ എന്തെല്ലാം? ഇത് സാധ്യമെന്ത് എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഓക്കെ, നമുക്ക് നോക്കാം. പ്രകൃതിയിലെ മനോഹരമായ കാഴ്ചകളാണ് കണ്ണടച്ച് നടക്കുന്നവർക്ക് നഷ്ടപ്പെടുന്നത്. പുഞ്ചിരി തൂകി നിൽക്കുന്ന പ്രഭാതവും പൂഞ്ചിറകു വിടർത്തിയ കിളിയും പൂവണിഞ്ഞ് ചമഞ്ഞ വന്യം ജീവിതത്തോടൊരു ഉമ്മയാചിക്കുന്നു. നമുക്ക് കാഴ്ചവെക്കാൻ വേണ്ടി മഞ്ഞുതുള്ളികളാകുന്ന മുത്തുകളായി കാട്ടുപുല്ലുകൾ നിരന്നു നിൽക്കുന്നു. ഈ മനോഹര കാഴ്ചകളെ കാണാനോ ആസ്വദിക്കാനോ നമുക്ക് സമയമില്ല എന്ന് കവി പറയുന്നു. എന്തൊക്കെയോ നേടാനുള്ള വ്യഗ്രതയിൽ പ്രകൃതിയെ ആസ്വദിക്കാൻ നാം മറന്നു പോവുകയാണ്. നേട്ടങ്ങൾ മാത്രമാണ് മനുഷ്യൻ്റെ ലക്ഷ്യം. അങ്ങനെ എന്നും വേവലാതി പൂണ്ട് ജീവിച്ചത് കൊണ്ട് എന്താണ് പ്രയോജനം എന്നാണ് കവി ചോദിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്തൊരു ചോദ്യം നോക്കൂ. ചർച്ചാക്കുറിപ്പ് തയ്യാറാക്കുക. ഒഴുക്കുവെള്ളം മാറ്റമില്ലാത്ത മാറ്റമാണ്. ഒഴുക്കുവെള്ളത്തിൻ്റെ എന്തെല്ലാം പ്രത്യേകതകളാണ് ഈ വാക്യം നമ്മളോട് പറയുന്നത്? ചർച്ച താഴെ കൊടുത്ത വാക്യം കൂടി ചർച്ചയിൽ ഉപയോഗപ്പെടുത്തൂ. കുട്ടി പുഴയോട് ചോദിച്ചു, നിനക്ക് വിശ്രമമില്ലേ? പുഴ പറഞ്ഞു, ഈ ഒഴുക്കു തന്നെയാണ് എൻ്റെ വിശ്രമം. ഓക്കെ, നമുക്ക് ആൻസർ എഴുതാം. ഒഴുക്കുവെള്ളം സദാ ഒഴുകുന്ന ഒന്നാണ്. അതിന് മാറ്റമില്ല. ഒഴുകുന്നതിന് മാത്രമേ ഒഴുക്കുവെള്ളം എന്ന് പറയൂ. പുഴയിൽ വെള്ളം മാത്രമല്ല ഒഴുകുന്നത്, അതിനോടൊപ്പം മണൽത്തരികളും കല്ലുകളും പൊങ്ങുതടികളും മാലിന്യങ്ങളുമെല്ലാം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പുഴ എപ്പോഴും താഴോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഒഴുകുന്നതിനനുസരിച്ച് പുതിയ ജലം ആ സ്ഥാനത്തേക്ക് നിമിഷം തോറും വന്നുകൊണ്ടിരിക്കും. അതിനാൽ പുഴ അനുനിമിഷം പുതുക്കിക്കൊണ്ടിരിക്കുന്നു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആളുകൾക്ക് എലികളും ചിലപ്പും ബഹളവും കാരണം അന്യോന്യം വർത്തമാനം പറയാൻ കൂടി വയ്യാതെയായി. അത്രയ്ക്കുണ്ട് ശബ്ദ കോലാഹലം. കൊച്ചു പൈതങ്ങളെ തൊട്ടിലാട്ടുമ്പോൾ 2-3 മൂഷികന്മാരും കൂടി അതിനുള്ളിൽ കയറിയിരുന്ന് ഒപ്പം ഊഞ്ഞാലാടുന്നുണ്ടാവും. എലികളുടെ ശല്യം സഹിക്കവയ്യാതെ വന്നപ്പോൾ ഹാമിലിലെ മേയർ എലിശല്യം തീർക്കുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചു. ഈ വിവരം പിറ്റേ ദിവസത്തെ പ്രഭാതത്തിൽ വാർത്തയായി വന്നത് എങ്ങനെയാവാം? അപ്പം കൂട്ടുകാരെ, നമ്മളൊരു പത്രവാർത്ത തയ്യാറാക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം എന്താണ്, നമ്മളൊരു തലക്കെട്ട് നൽകണം. ഓക്കെ, നമുക്ക് തലക്കെട്ട് എഴുതാൻ. ജനജീവിതം ദുസ്സഹമാക്കി എലികൾ. ദെൻ സ്വന്തം ലേഖകൻ. ദെൻ പ്ലേസ് ആണല്ലേ, ഹാമിലിൻ. then എഴുതാം. പട്ടണത്തിൽ എലിശല്യം രൂക്ഷമാകുന്നു. കൂട്ടമായി നഗരത്തിലെത്തുന്ന എലികൾ ജനജീവിതം ദുസ്സഹമാകുകയാണ്. വീടുകളും ഓഫീസുകളും വാഹനങ്ങളും കടകളും എലികളുടെ താവളമായി മാറിക്കഴിഞ്ഞു. ഹാമലിൻ നിവാസികൾ ആകെ പരിഭ്രാന്തരാണ്. ജനങ്ങളുടെ പരാതി ലഭിച്ചതിനെ തുടർന്ന് ഹാമലിൻ മേയർ എലികളെ നിവാരണം ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതെല്ലാം പരാജയപ്പെട്ട സാഹചര്യത്തിൽ എലികളെ നിവാരണം ചെയ്യുന്നവർക്ക് മേയർ 1000 പൊൻപണം പാരിതോഷികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർ നഗരസഭയുമായി ബന്ധപ്പെടുക. അപ്പോൾ കൂട്ടുകാർക്കും എന്താണ്, ഇതുപോലൊരു പത്രവാർത്ത തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കാം. ജീവചരിത്രക്കുറിപ്പാണ്. ആരുടേതാണ്? ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ് അല്ലേ. ഹിൻസ് നൽകിയിരിക്കുന്ന നോക്കൂ. പിങ്കള, ചിത്രശാല, കർണഭൂഷണം തുടങ്ങിയ കൃതികൾ. ദെൻ ഉമാകേരളം മഹാകാവ്യം, സാഹിത്യ ഗവേഷകൻ, ബഹുഭാഷാ പണ്ഡിതൻ. ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾക്കറിയാവുന്ന വിവരങ്ങൾ കൂട്ടിച്ചേർത്ത് ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കും. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ജീവചരിത്രക്കുറിപ്പിൽ എന്തെഴുതാം? ഉള്ളൂർ എസ് പരമേശ്വരയ്യർ അല്ലേ, അദ്ദേഹത്തിൻ്റെ അല്ലേ ജീവചരിത്രക്കുറിപ്പ്. നമുക്ക് തലക്കെട്ടായി നൽകാം, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. then എഴുതാം. ആധുനിക കവിത്രയത്തിലൊരാളായ ഉള്ളൂർ 1877 ജൂൺ 6 കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിൽ ജനിച്ചു. കവി, ബഹുഭാഷാ പണ്ഡിതൻ, സാഹിത്യ ഗവേഷകൻ, നിരൂപകൻ, പത്രാധിപർ തുടങ്ങിയ നിലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ചു. ഉള്ളൂർ രചിച്ച മഹാകാവ്യമാണ് ഉമാകേരളം. കേരള സാഹിത്യ ചരിത്രം, കർണഭൂഷണം, പിങ്കള, ചിത്രശാല, ഭക്തിദീപിക, കിരണാവലി, തരംഗിണി, താരാഹാരം, മണിമഞ്ജുഷ തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. 1949 ജൂൺ 15 അന്തരിച്ചു.